ഫ്രണ്ട്സ്, അപ്പോൾ ഇത് നമ്മുടെ ക്രിസ്മസ് സീരീസിൻ്റെ എപ്പിസോഡ് 2 ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നിവിടെ 2 ടൈപ്പ് സ്റ്റാറാണ് ഉണ്ടാക്കാൻ പോണത്. എന്താ വെള്ളയും കൊണ്ട് മാത്രം ഉണ്ടാക്കിയെന്ന് വിചാരിക്കരുത്. കാരണം പച്ച കളർ പേപ്പറും അതേപോലെ റെഡും എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ല, അത് വാങ്ങണം, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇനി കുറേ ക്രാഫ്റ്റ് വരുന്നുണ്ട്, വഴിയേ ഇടണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു തന്നപ്പോൾ എന്താ ചെയ്യുന്നത് പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല, ആകെ കൺഫ്യൂഷനാകും. നിങ്ങൾക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഗിവ് അവേനെ കുറിച്ചാണ് സംസാരിക്കാൻ പോണത്. ഞാൻ ഗിവ് അവേ വിന്നറിനെ അനൗൺസ് ചെയ്യും. അത് അടുത്ത 2 വീഡിയോയിൽ എപ്പോഴെങ്കിലും ആയിരിക്കും. ഞാൻ ഒരു ഹാമ്പർ സെറ്റ് ചെയ്യുന്ന വീഡിയോ ഇടും ഇവർക്ക് വേണ്ടിയിട്ട്, ഗിവ് അവേ വിന്നേഴ്സിന് വേണ്ടിയിട്ട്. അതിൽ ഞാൻ അനൗൺസ് ചെയ്യും കേട്ടോ. അവരെന്നെ എന്തായാലും കോണ്ടാക്റ്റ് ചെയ്യണം, ഇമെയിൽ വഴിയോ ഞാൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കേട്ടോ. ഓക്കെ, ഞാൻ അപ്പോൾ അങ്ങനെ കോണ്ടാക്റ്റ് ചെയ്യണേ. എൻ്റെ വീഡിയോയ്ക്ക് ലൈക്കും ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണേ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി കേട്ടോ. പിന്നെ എനിക്കിത് ഇഷ്ടമായോ ഇഷ്ടമായില്ലെന്നൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം ഇതുവരെ ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തവരൊക്കെ ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. കാരണം ചിലപ്പോൾ പറയാൻ പറ്റില്ല, നിങ്ങൾക്ക് കിട്ടിയാലോ ഗിവ് അവേ. അപ്പോൾ ഞാൻ 2 വീഡിയോ ആയിട്ടാണ് ഇട്ടിട്ടുള്ളത്. എന്താ 2ലും കമൻറ്റ് ചെയ്യണം പറഞ്ഞു. അപ്പോൾ 2ലും കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനൊരു കുഞ്ഞ് ഹാമ്പർ അതിന് വേണ്ടിയിട്ട് 2 ആൾക്ക് സെറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ ഈ വാൾ ഹാങ്ങിങ് മാത്രമായിരിക്കില്ല, വേറെ എന്തെങ്കിലുമൊക്കെ ഞാൻ ആഡ് ചെയ്ത് കൊണ്ടുവരും കേട്ടോ. എനിക്കെന്തോ എന്നെ ഇത്ര പേര് സപ്പോർട്ട് ചെയ്യുന്ന കാരണം തന്നെ ഭയങ്കര സന്തോഷം. ഇനിയിപ്പോൾ 10ൽ 2 പേര് അങ്ങനെ ബാഡ് കമൻറ്റ്സ് ഇട്ടാലും എന്താ, ബാക്കി നമുക്ക് 8 പേരില്ലേ, അതിനെ പറഞ്ഞിട്ട് സന്തോഷിക്കുക. അപ്പോൾ നമ്മളിങ്ങനെ 2 സ്റ്റാർ ഉണ്ടാക്കുന്നുണ്ട്. ഞാനിങ്ങനെ സ്കൂളിൽ 6ാം ക്ലാസ് പഠിക്കുമ്പോൾ, ഞാൻ പെട്ടിലാണ് കേട്ടോ, 6ാം ക്ലാസ്സിൽ 5ാം ക്ലാസ്സിലേക്ക് പഠിക്കുമ്പോൾ 5ാം ക്ലാസ് പഠിക്കുമ്പോൾ ഞാൻ അതേപോലെ സ്റ്റാർ മേക്കിങ്ങിന് വർക്ക് എക്സ്പീരിയൻസിൻ്റെ ഇതിന് കൂടി. അപ്പോൾ എനിക്കതിന് തേർഡായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു ഓർമ്മയിൽ ഉണ്ടാക്കിയത്. അപ്പോൾ ശരി, ബായ്.